ഇന്ന് അടിപൊളി സൺഡേ ആയിരുന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾക്കും നല്ലൊരു അടിപൊളി സൺഡേ ആയിരുന്നു കേട്ടോ. സൺഡേ ആയത് കാരണം തന്നെ അച്ഛനും അമ്മയും ഇക്കുമോനും കൂടെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. മടി പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രം പോയില്ല കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞത് നോക്കുമ്പോൾ ചെമ്മീൻ. മോളെ, ചെമ്മീൻ ബിരിയാണി വെക്കണോ കറി വെക്കണോ? ബിരിയാണിയോ? പിന്നെ ഒന്നും നോക്കില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് നല്ലതുപോലെ ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടികൾ ഓക്കെ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ചെമ്മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് പിന്നീടാണ് നമ്മളത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചെമ്മീൻ ബിരിയാണിയുടെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടേക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ വൃത്തിയാക്കിയ ശേഷം സവാള അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണിന്ന് കുടുകൂടാ വെള്ളം വരുന്നുണ്ട് കേട്ടോ. പാവം, എന്ത് ചെയ്യുക, എന്നാലും പോവില്ല എന്ന് തന്നെ. എനിക്കിട്ട് നല്ല പണിയും തന്നുകൊണ്ടിരിക്കുക. അത് കണ്ടില്ല, നമ്മുടെ മിക്സിയിലേക്ക് തക്കാളിയൊക്കെ വെക്കുന്നുണ്ട്. പാവത്തിന് ചൂട് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പം മഴയില്ലാത്തത് കാരണം ഭയങ്കര ചൂടാണ്, നല്ല വെയിലുമാണ് കേട്ടോ. അത് കാരണം പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. ഭയങ്കര വിയർപ്പുള്ള ആളാണ്, ചൊറിച്ചലിൻ്റെ ആളും കൂടിയാണ് കേട്ടോ ഈ സമോള്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓടിപ്പോയി. ബാക്കി പണികൾ ഞാൻ ടപ്പേന്ന് ചെയ്ത് കേട്ടോ. മസാലയൊക്കെ ഇത് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതേ എണ്ണയിലാണ് നമ്മൾ സവാളയും കൂടെ വഴച്ചിട്ടത് കേട്ടോ. പള്ളി കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛനും അമ്മയും ഇക്കൂസൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചെറുനാരങ്ങയുടെ വേണമെന്നും പറഞ്ഞിട്ട് അവൾ ഓടി വന്നിട്ടുണ്ട്. അമ്മ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള അരിയൊക്കെ അളന്ന് വെക്കുകയാണ്. ഇക്കൂസും കൂടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ചെറുനാരങ്ങ വായിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ബിരിയാണി ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കാൻ പോയത് വേറെ വീട്ടിലാട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞാൻ ഇക്കൂസും കൂടെ പോയത്. ബിരിയാണി കഴിച്ച ക്ഷീണത്തിൽ ഞങ്ങൾ കുറച്ച് കിടന്നു തുടങ്ങി കേട്ടോ. വൈകുന്നേരമായപ്പോൾ പിള്ളേർ കളി തുടങ്ങി.